കേരളത്തിന് രാഷ്ട്രീയ രംഗത്ത് സമീപകാലത്ത് ഉയർന്നു വന്ന ഏറ്റവും ചർച്ചാ വിഷയമായ സംഭവങ്ങളിലൊന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗിക പീഡന പരാതികളും അതുമായി ബന്ധപ്പെട്ട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ രൂക്ഷമായ വിമർശനങ്ങളും. ഈ വിഷയത്തിൽ CPM നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും തമ്മിലുള്ള പോര് കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായം തുറന്നിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതികൾ കേട്ടുകേൾവി ഇല്ലാത്തതാണ് എന്ന് MV ഗോവിന്ദൻ നടത്തിയ പ്രസ്താവന ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. മനസാക്ഷിയുള്ള ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല. പുറത്തുവന്ന വിവരങ്ങൾ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. തുടർന്ന് വരുന്നത് കേട്ടതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളാണ് എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഈ സംഭവത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നു. ഈ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തെ വേണ്ടത്ര ഗൗരവത്തോടെ സമീപിച്ചിട്ടില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചുവെന്നും അദ്ദേഹം ആരോപിക്കുന്നു. ഈ ആരോപണങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കി. പ്രതിപക്ഷ നേതാവ് പോലും ഈ വിഷയത്തെ ഗൗരവമായി എടുത്തില്ല എന്ന MV ഗോവിന്ദന്റെ പരാമർശം കോൺഗ്രസിന്റെ ആഭ്യന്തര വിഷയങ്ങളിലും നേതൃത്വത്തിന് തീരുമാനമെടുക്കാനുള്ള ശേഷിയിലും ചോദ്യങ്ങൾ ഉയർത്തുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ ഇത്രയധികം ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ കോൺഗ്രസ് നേതൃത്വം വൈകിയത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം ഉത്തരം അർഹിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത് കേരളത്തിലെ ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്നാണ്, അല്ലാതെ പാർട്ടി സ്വമേധയാ എടുത്ത തീരുമാനമല്ലെന്ന് MV ഗോവിന്ദൻ പറയുന്നു. ലൈംഗിക പീഡന തെളിവുകൾ പുറത്തു വന്നതിന് ശേഷമാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ പോലും കോൺഗ്രസ് തയ്യാറായത്. ഈ കാലതാമസം കോൺഗ്രസ് നേതൃത്വത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വത്തെ ചോദ്യം ചെയ്യുന്നു. കൂടാതെ കോൺഗ്രസ് ഭരണഘടന അനുസരിച്ച് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി ഉൾപ്പെടെ പാർട്ടിയിൽ നിന്ന് ലഭിച്ച എല്ലാ സ്ഥാനങ്ങളും രാഹുൽ രാജിവെക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ അതിനു പകരം കോൺഗ്രസ് പ്രവർത്തകർ അക്രമത്തിലേക്ക് തിരിയുകയാണ്. ക്ലിഫ് ഹൗസ് മാർച്ചുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസും ക്രിമിനലുകളും ചേർന്ന് പോലീസിനെതിരെ തീപ്പന്തമെറിഞ്ഞതിനെ അദ്ദേഹം ശക്തമായ ഭാഷയിൽ അപലപിച്ചു. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള ഒരു സമരമാണിത്. രാഷ്ട്രീയമായ പ്രതിഷേധങ്ങൾക്കപ്പുറം നിയമവും നീതിയും ലംഘിച്ചുകൊണ്ടുള്ള അക്രമങ്ങൾ ജനങ്ങളെ ഭയപ്പെടുത്തുന്നതാണ്. ഇങ്ങനെയുള്ള അക്രമങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ അഭൂതപൂർവമാണ്. നിയമത്തിന്റെ കൈകളിൽ ഒതുങ്ങാത്ത സമരങ്ങളാണ് യൂത്ത് കോൺഗ്രസ് നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. CPM-നും മാധ്യമങ്ങൾക്കുമെതിരെ അതിക്രമങ്ങൾ നടന്നത് ഇതിന്റെ ഭാഗമായാണ്. വടകര MPയുടെ തെറ്റായ പ്രചാരണങ്ങൾ ഈ അക്രമങ്ങൾക്ക് കാരണമായെന്നും മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും കേരളത്തിന്റെ പൊതുസമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്നതുമായ പ്രചാരണങ്ങളാണ് MP നടത്തിയതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇതിന് ഷാഫി പറമ്പിൽ MLA നേതൃത്വം നൽകുകയാണെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. കോൺഗ്രസ് നേതൃത്വം ഇത്തരം അക്രമങ്ങളെ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ സംഭവ വികാസങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നതിൽ സംശയമില്ല. സ്ത്രീ സുരക്ഷ, രാഷ്ട്രീയ നേതാക്കളുടെ ധാർമ്മിക ഉത്തരവാദിത്വം, യുവജന സംഘടനകളുടെ ധാർമ്മികത എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഈ സംഭവങ്ങൾ പുതിയ ദിശാബോധം നൽകും. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും യുവജന സംഘടനകളും പൊതുസമൂഹത്തിന് മാതൃകയാകേണ്ടതുണ്ട്. അക്രമത്തെയും നിയമലംഘനത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം സമാധാനപരമായ പ്രതിഷേധങ്ങളെയും ചർച്ചകളെയും പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. സമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് തുറന്ന ചർച്ചകളും ആരോഗ്യപരമായ സംവാദങ്ങൾക്കും ഈ സംഭവങ്ങൾ വഴിയൊരുക്കുമെന്നും പ്രതീക്ഷിക്കാം. ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് നേതൃത്വവും പ്രതികരിച്ചു. MV ഗോവിന്ദന്റെ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമങ്ങളാണെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. എന്നാൽ ഈ വിവാദം കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്നതിൽ സംശയമില്ല. രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ യുവജന സംഘടനകളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നും രാഷ്ട്രീയ നേതാക്കളുടെ വ്യക്തിപരമായ പെരുമാറ്റം രാഷ്ട്രീയ ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നും ഈ സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണ് നിയമവാഴ്ചയും സമാധാനപരമായ പ്രതിഷേധങ്ങളും. ഈ വിഷയത്തിൽ ഉയർന്ന ആരോപണങ്ങൾക്കെതിരെ ഇരു പാർട്ടികളും തമ്മിലുള്ള പോരാട്ടം കേരള രാഷ്ട്രീയത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും.